ഹേയ് നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് സൗദി അറേബ്യയിലെ ചുവന്ന മണൽ എന്നറിയപ്പെടുന്ന റെഡ് സാൻഡിലേക്കാണ്. ഇന്നത്തെ നമ്മുടെ യാത്രയിൽ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരാണ്. റെഡ് സാൻഡിൽ പോകാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് അസാനായിരുന്നു. ഞങ്ങൾ റിയാദിൽ താമസിക്കുന്നത് ഇവിടെ അൽത്തിയാഷ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്നൊരു 58 കിലോമീറ്റർ ഉണ്ടായിരുന്നു റെഡ് സാൻഡിലോട്ട്. ഞങ്ങൾ റെഡ് സാൻഡിലോട്ട് പോയത് ഈദ് ഹോളിഡേക്കായിരുന്നു. ഒരു 3:30 സമയമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ റിയാദിൽ നിന്ന് ഇച്ചിരി മാറി നിൽക്കുന്ന സ്ഥലമായത് കാരണം പോകുന്ന വഴിക്ക് ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ പോകുന്നത് നീണ്ടു കിടക്കുന്ന വിജനമായ വഴിയിലൂടെയാണ്. നമ്മൾ പോകുമ്പോൾ കുന്നുകളും മലകളും പിന്നെ ഗ്രാമപ്രദേശങ്ങളുമാണ് നമ്മുടെ കാഴ്ചകൾ. പിന്നെ റെഡ് സാൻഡ് ഒരു മരുഭൂമി പ്രദേശമായതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ നമ്മൾ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടുത്തെ മണലിന് ഒരു ചുവന്ന കളറായതുകൊണ്ടാണ് ഇതിന് റെഡ് സാൻഡ് എന്ന പേര് വന്നത്. നമ്മൾ പോയതൊരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ ചെന്നപ്പോൾ അവിടെ കാണുന്നത് കുറേ ഒട്ടകങ്ങളും 4 വീലർ കാറുകളും പിന്നെ ATV ബൈക്കുകളും ആയിരുന്നു. ഒട്ടകത്തിൻ്റെ മുകളിൽ കയറണമെന്നുള്ളൊരു ആഗ്രഹം നേരത്തെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം ചെന്നത് ഒട്ടകത്തിൻ്റെ അടുത്തോട്ടായിരുന്നു. അവിടെ ചെന്ന് ഈ ചേട്ടന്മാരോട് വില ചോദിച്ചപ്പോൾ അവർ 50 റിയാൽ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വില പേശി അത് 30 റിയാലാക്കി. അവസാനം ഞങ്ങൾ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറി. അസാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതിൻ്റെ മുകളിൽ കയറാൻ. അതുപോലെ തന്നെ അവന് ഭയങ്കര പേടിയായിരുന്നു. കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ പേടിയൊക്കെ മാറി ആശാൻ അങ്ങ് ചിരിക്കാനൊക്കെ തുടങ്ങി. ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് ഒട്ടകത്തിൻ്റെ പുറത്തുള്ള ഈ യാത്ര. പിന്നെ എനിക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് തോന്നിയത് ഒട്ടകം എഴുന്നേറ്റപ്പോഴും ഇങ്ങനെ ഇരുന്നപ്പോഴുമായിരുന്നു. ഒരു 10 മിനിറ്റ് മാത്രമേ ഒട്ടകത്തിൻ്റെ മുകളിലുള്ള ഈ യാത്ര ഉണ്ടായിരുന്നുള്ളെങ്കിലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ആദ്യം കുറച്ചൊക്കെ പേടിയുണ്ടായിരുന്നു, പിന്നെ അതങ്ങ് മാറിക്കിട്ടി. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വരുമ്പോൾ കുറച്ച് ക്യാഷ് കയ്യിൽ വെച്ചേക്കുക. കാരണം ഇവിടെ കാർഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് റെഡ് സാൻഡിലെ ഹൈലൈറ്റായ ATV ബൈക്ക് റൈഡിനായിരുന്നു. അവിടെ ഞങ്ങൾ കുറേ നേരം വില പേശി ലാസ്റ്റ് അവർ 50 റിയാലിന് സമ്മതിച്ചു. പിന്നെ നോർമൽ ഡേയ്സിലെയും കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിരിക്കും സ്പെഷ്യൽ ഡേയ്സിൽ. പിന്നെ കുറച്ച് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ പാരച്യൂട്ട് റൈഡ് അവൈലബിൾ ആണ്. ഞങ്ങൾക്ക് പേടിയായത് കാരണം ഞങ്ങൾ കയറിയില്ലതിൽ. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ റേറ്റും ചോദിച്ചിട്ടില്ല. ഇതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ATV ബൈക്ക്. ആദ്യം നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കുറച്ച് സമയത്തേന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഓടിക്കാനായിട്ട്. കണ്ണെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന ഈ മരുഭൂമിയിലൂടെ ഈ വണ്ടി ഓടിച്ച് നടക്കാൻ നല്ല രസമാണ്. നിങ്ങൾ റിയാദിലുള്ളവരാണെങ്കിൽ ഒരു വട്ടമെങ്കിലും ഈ ഒരു റൈഡ് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. ഇവിടെ മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്യാൻ ഒരു പ്രായപരിധിയില്ല, ലൈസൻസ് വേണ്ട, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. കണ്ടില്ലേ, ഞങ്ങളുടെ ആസാൻ ഇവിടെ ഒത്തിരി എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് ധൈര്യമായിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് റെഡ് സാൻഡ്. പിന്നെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് 2 പേർക്കാണ് കയറാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾക്ക് ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ 3 പേർക്ക് ഇരുന്ന് പോകാൻ പറ്റും. ഞങ്ങൾ എടുത്തത് 1 അവറിലോട്ടായിരുന്നു 50 റിയാലിന്. 1 അവർ കഴിഞ്ഞിട്ട് നമ്മൾ താഴെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ വന്ന് കൂട്ടിക്കൊണ്ട് പോകും. അവർ നമ്മളെ അന്വേഷിച്ച് കയറി വരും വണ്ടിയിൽ.
എന്നിട്ട് നമ്മൾ അവരോട് എക്സ്ട്രാ പൈസ നമ്മുടെ അടുത്ത് നിന്ന് അവർ ചോദിക്കും. പക്ഷേ ബാർഗെയിൻ ചെയ്ത് അവരുടെ അടുത്ത് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ എസ്കേപ്പ് ആവാം. ഏകദേശം 1.5 മണിക്കൂറത്തെ റൈഡിന് ശേഷം നേർവീട്ടി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. പിന്നെ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും സ്നാക്സോ വാട്ടറോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ കരുതണം. അപ്പോൾ സൗദിയിലെയും നാട്ടിലെയും ചെറിയ ചെറിയ വിശേഷങ്ങൾ അറിയാനായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.